ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ കുറേ നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. ആ കാണുന്ന ഡ്രീം ക്യാച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഞാനിന്ന് ചെങ്ങന്നൂർ വീട്ടിലാണുള്ളത്. ഞാൻ എണീറ്റ് വന്നപ്പോൾ ലേറ്റായി, ഒരു 8:30-9 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ അടുക്കളയിൽ ചായ വെക്കുന്നുണ്ട്, ചായക്കുള്ളതാക്കുന്നുണ്ട്. ജോക്കുട്ടൻ നേരത്തെ എണീറ്റു. ജോക്കുട്ടൻ വെളിയിൽ പപ്പേൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വെക്കേഷൻ എപ്പോഴോ വന്നപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് റെഡിയായിട്ട് ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചീൻ്റെ മോനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് ഈ റിമോട്ട് കാറിൻ്റെ കാര്യം കുറേ നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. അവിടെ പോയപ്പോൾ ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. ഒരു മനുവിൻ്റെ കസിൻ്റെ കല്യാണത്തിനായിരുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ അവൻ രാവിലെ വന്നു. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് അവൻ വന്നത്. പിന്നെ ജോക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ അവൻ പോയി. പിന്നെ വൈകിട്ട് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു പപ്പയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, ഫോണ്. കാരണം ഞാൻ കോഴിക്കോടാണ്, പപ്പയും അമ്മേൻ്റെ കയ്യിൽ ഫോണില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണില്ല. അപ്പം സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവർക്കെന്നോ ജോക്കുട്ടനെ കാണാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അന്ന് ഞാൻ പപ്പയ്ക്ക് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പപ്പ എൻ്റെ കയ്യിൽ കൊടുത്തു. പപ്പ ഹാപ്പി ആയിരുന്നു. ബാക്കി പറച്ചിലൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലമാകുന്നു. 4 കൊല്ലത്തിനിടയിൽ ഒരു സെലിബ്രേഷൻസും അങ്ങനെ പപ്പ ആഘോഷിച്ചതായിട്ടോ അല്ലെങ്കിൽ പപ്പ സ്വയം എന്തെങ്കിലും വാങ്ങിച്ചതായിട്ടോ എൻ്റെ അറിവിൽ ഇല്ല. അങ്ങനെ ഒരാളാണ് പപ്പ. അപ്പോൾ പപ്പയ്ക്ക് എന്നെ അതൊന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പപ്പ നല്ല സർപ്രൈസ്ഡാവും, ഭയങ്കര അത്ഭുതമായിരിക്കും, സന്തോഷം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്നാ കരുതിയത്. പക്ഷെ ആൾ നോർമലായിരുന്നു കേട്ടോ. വളരെ കാഷ്വലായിട്ട് ബിഹേവ് ചെയ്തു. എന്തിനാ ഫോണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവർ എന്താ പറയുക, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം അങ്ങനൊരു എന്താ. ഫോണാണോ നിനക്ക്? എനിക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? എന്ത് ആവശ്യമില്ല വെറുതെ കാശാണ്. ഞാൻ ഇതൊന്നും ഉപയോഗിക്കത്തില്ല. നമ്മൾ ആ ചെറിയ ഫോണാണ് ഉപയോഗിക്കുക. എനിക്ക് അറിയത്തില്ല വെറുതെ. ഇതിന് എത്ര വേഗം അറിയണ്ട, അപ്പൊ ഉപയോഗിച്ചാൽ മതി. ഞാനിത് കൊണ്ടുവന്നില്ല. ഒരു കാര്യം, എനിക്ക് കൊണ്ടുപോണ്ട, വീട്ടിൽ വെച്ചിരുന്നാ മതി. വീട്ടിൽ വരുമ്പോ അവന് വീഡിയോ കോൾ ചെയ്യാൻ വേറെ ആരെ ആശ്രയിക്കണ്ടല്ലോ. പഠിക്കണ്ടേ? അതിനിപ്പോ എന്താ, ഇതിന്റെ പുതിയ സിം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് മറ്റേ സിം ഇടാം, നമുക്ക് പപ്പേന്റെ സിം തന്നെ ഇടാം. അല്ല, അത് ഇടാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ എന്നാ പുതിയ സിം ഇടാം. അതൊക്കെ കഴിഞ്ഞു. അഭി രാവിലെ കൊണ്ടുവന്ന് തുണി തയ്ക്കാൻ കൊടുത്തു. വൈകിട്ട് കൊണ്ടുവന്നു. ഞാൻ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. ഇതൊക്കെ ഉള്ളൂ അന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.